4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഇന്റേൺഷിപ്പിന് കയറി. എന്താണ് ജൂലി എക്സ്പീരിയൻസ്? എന്താണ് ഇന്റേൺഷിപ്പ് എന്ന് ആദ്യം പറയാം. നമ്മൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന, കേരളത്തിലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നഴ്സിംഗ് പഠിക്കുന്നവർക്ക് ഒരു കൊല്ലം കമ്പൽസറി നഴ്സിംഗ് സർവീസാണ് ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് രജിസ്ട്രേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ തന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ്, അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു കൊല്ലം വർക്ക് ചെയ്യാണ്. ഇതാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റുഡൻറ്റ് ടു സ്റ്റാഫ്, അങ്ങനെ ഒരു ഭയങ്കര ഒരു ട്രാൻസിഷൻ. അതെന്ന് വെച്ചാൽ ഒന്നും നമ്മൾ പഠിച്ചെടുത്ത് നമുക്ക് ജോലിക്ക് കയറുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു കംഫർട്ട് സോണിൽ നമുക്കറിയാവുന്ന സ്റ്റാഫാണ്, നമുക്കറിയാവുന്ന സ്ഥലങ്ങളാണ്, അങ്ങനത്തെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. പക്ഷേ പണ്ട് ചായ കുടിക്കാനും താമസിച്ച് കയറാനും മുങ്ങി നടന്ന ആൾക്കാർ ഇപ്പോൾ കയറുന്നത് അരമണിക്കൂർ പിന്നെ ഇറങ്ങുന്ന അരമണിക്കൂർ കഴിഞ്ഞ് ചായ കുടിക്കാനൊന്നും പോകുന്ന പോലുമില്ല. അങ്ങനെ കുറച്ചുകൂടി റെസ്പോൺസിബിളായി മാറിയിട്ടുണ്ട്. നിനക്ക് എന്താ തോന്നിയത്? എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന് വിചാരിച്ചിരുന്നത്. ലൈക്ക് ഒരു എമർജൻസി വരുന്നു, ഓടിപ്പോണോ, അഡ്രിനാലിൻ എടുക്കണോ, അങ്ങനത്തെ കാര്യങ്ങൾ, CPR കൊടുക്കണോ, ഇതൊക്കെ ഞാൻ ഒരിക്കലും സ്റ്റുഡൻറ്റ് ലൈഫിൽ നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ എന്നല്ലാതെ ഞാനിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യാൻ, അതായത് ഭയങ്കര റെസ്പോൺസിബിളാണ്. നമ്മളാണെങ്കിൽ ഞാനൊക്കെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലൈക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കി പോവാതെ ഫുൾ ടൈം മോണിറ്ററിൽ നോക്കിയിരിക്കുക. പേഷ്യൻറ്റിന് എന്തെങ്കിലും പറ്റുമോ, SpO2 ഫോളോ ആവുന്നുണ്ടോ, ഹാർട്ട് റേറ്റ് ഫ്ലാറ്റ് ആവുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ് നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങൾ. അത് തന്നെയാണ് സ്റ്റുഡൻറ്റിൽ നിന്ന് സ്റ്റാഫിലേക്ക് ആകുമ്പോൾ നമ്മൾ റെസ്പോൺസിബിളായ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്ക് കുറച്ച് പ്രൗഡാണ്. നമ്മുടെ തന്നെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ പഠിച്ചിരിക്കുന്ന നമുക്ക് അവിടെ ജോലിക്ക് കയറുമ്പോൾ അവിടെ ഒരു കംഫർട്ടബിൾ ആണ് നമ്മൾ. ഇന്റേൺഷിപ്പിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽ ഒന്നുകൂടി നല്ലപോലെ ഡെവലപ്ഡ് ആകും. കാരണം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പേഷ്യൻസ് അവിടെ ഉണ്ട്. പക്ഷേ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റേൺഷിപ്പിന് റിലീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അതിൻ്റെതായ ഒരു പെനാൽറ്റി ഫീ ഒക്കെ അടയ്ക്കണം. അപ്പം ഇതാണ് ഇന്റേൺഷിപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത്.